പിന്നെ ഫസ്റ്റ് മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീനിയർ സെർച്ച്, അതുപോലെ ബബിൾ സോർട്ടും. അപ്പൊ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡ്യൂൾ 3 അറേസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലേ നമുക്ക് ലീനിയർ സെർച്ച് പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. ഓക്കെ, സോ ലീനിയർ സെർച്ച് എന്ന് പറയുമ്പോൾ ഒരു അറേയുടെ ഉള്ളിൽ ഇതിലൊരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ആ സെർച്ചിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് വിളിക്കുക. ഓക്കെ, മേ ബി ദ ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ചോദിക്കുക ലിസ്റ്റ് ആയിട്ടായിരിക്കും. ലിസ്റ്റ്, അതായത് ഹൗ can we find an element in a list. അപ്പൊ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോ ടെൻഷൻ അടിക്കരുത്. ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ല. ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അറേ തന്നെയാണ് കേട്ടോ. അങ്ങനെ വേറെ രീതിക്ക് പറയാം. ചിലപ്പോൾ പറയും ഹൗ ക്യാൻ വി അറേഞ്ച് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഇൻ എ ലിസ്റ്റ്. ഇങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റൻ എത്ര ഉദ്ദേശിക്കുന്നത് ബബിൾ സോർട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ സോർട്ട് ചെയ്യാം, എലമെന്റ്സ് അറേഞ്ച് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് വന്നാലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അത് ലീനിയർ സെർച്ച് ആണ്, അതുപോലെ തന്നെ ബബിൾ സോർട്ട് ആണ്. അത് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ലീനിയർ സെർച്ചിനെ കുറിച്ചാണ്. ലീനിയർ സെർച്ച് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അറേയുടെ ഉള്ളിലുള്ള വാല്യൂസ്, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയ വാല്യൂ അതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ലോട്ടറി നമ്പർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇല്ല വാല്യൂസിൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, കൺസിഡർ അറേ. അറേയുടെ കോൺസെപ്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. അറേ എന്ന് പറയുന്നത് നമ്മുടെ വാരിയബിളിന്റെ ഒരു വലിയൊരു പോർഷൻ ആണ്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൾ ആർ ഓഫ് സെയിം ടൈപ്പ്, എല്ലാവരും സെയിം ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഒരു ഇന്റിജർ അറേ ആണെങ്കിൽ അതിൽ ഇന്റിജർ വാല്യൂസ് മാത്രമേ വരുള്ളൂ. ഒരു ഫ്ലോട്ട് അറേ ആണെങ്കിൽ അതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വലി, അതായത് അതിലത്തെ ഓരോ കള്ളികളിലും അല്ലെങ്കിൽ ഓരോ കോളത്തിലുള്ള വാല്യൂസ് പറയുന്നത് വിൽ ബി ഓഫ് സെയിം ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പ്രോഗ്രാം ബേസ് ചെയ്ത് പറയാം. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അൽഗോരിതത്തിനെ കുറിച്ച് കൂടുതലേക്ക് വരിക. ഓക്കെ, പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. എന്താണ് നമ്മുടെ ആവശ്യം? നമുക്കൊരു അറേയിലുള്ള വാല്യൂ ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ എനിക്ക് ഒരു നിങ്ങൾ കണ്ടറിയാം ഒരു അറേയാണ്. അറേയുടെ പേര് ഞാൻ ARR എന്നാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലെനിക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 6 വാല്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇൻഡെക്സ് ചെയ്യുന്നത് 0 മുതലാണ്. നിങ്ങൾക്ക് അത് അറിയുണ്ടാവും. ഇൻഡെക്സ് വിൽ ബി ഓൾവേസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0. ഇപ്പൊ ടോട്ടൽ ഇതിന്റെ ലെങ്ത് എത്രയാണ്? 6 ആണ്. പക്ഷെ ഞാൻ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തത് 0 to 5 ആണ്. ബിക്കോസ് 0 to ലെങ്ത് -1 ആണ് ഇൻഡെക്സിങ് ഇൻ അറേ. ഓക്കെ, സോ എനിക്ക് ഇതിൽ 30 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ 42 ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ഒരു അറേയിൽ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം എനിക്ക് ഓരോ ഈ പറഞ്ഞ ഞാൻ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പോകുന്ന സാധനം അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് ലൈക്ക് ചെക്കിങ്. ഓക്കെ, ഓരോന്ന് ഇരുന്ന് നോക്കുക. 10ഉം 30 ഈക്വൽ ആണോ, 20ഉം 42 ഈക്വൽ ആണോ, അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അറേയിൽ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഏത് ലൂപ്പ് ആവശ്യമുണ്ട്? ഫോർ ലൂപ്പ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി ഓരോന്നോരോന്നും ചെക്ക് ചെയ്ത് നോക്കണത് ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും എന്താ പറയാ, നമ്മുടെ C പ്രോഗ്രാമിൽ ഹെൽപ്ഫുൾ ആയത് ആരാണ്? ഫോർ ലൂപ്പ് ആണ്. സോ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും. അതിൽ നമ്മൾ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ എപ്പോഴും ചെയ്ത പോലെ ഹാഷ് ഇൻക്ലൂഡ് std.h ഇട്ടു. അതുപോലെ മെയിൻ ഫംഗ്ഷൻ, നിങ്ങൾക്ക് അറിയാം മെയിൻ ഫംഗ്ഷനിലാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ ആണ് ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇൻ കേസ് ഓഫ് C പ്രോഗ്രാം, ജാവ ആണെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അവിടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാവരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്ന മെയിൻ ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും? ഡിക്ലറേഷൻ ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കമ്പൈലർക്ക് അറിയണം ഇത്ര സാധനങ്ങൾ ഉണ്ട്, എന്നാൽ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും? ഡിക്ലറേഷൻ ആയിരിക്കും. നെക്സ്റ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടത്? അറേ റീഡ് ചെയ്യണം. അപ്പൊ 100 എന്റെ അറേക്ക് പേരെന്താ? ARR ആണ്. അതിൽ കൊടുക്കുന്ന എത്ര കള്ളികളുണ്ട്, എത്ര കോളംസ് ഉണ്ട്? അതിൽ 100 കോളംസ് ഉണ്ട്. പക്ഷെ 100ഉം നമ്മൾ ഫില്ല് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ എത്ര വരെ ഫില്ല് ചെയ്യണം നമ്മൾ ആദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു വാരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. N എന്ന് പറഞ്ഞ വാരിയബിൾ ആണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? എന്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ അറേ. എത്ര എലമെന്റ്സ് നമുക്ക് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഏത് വാരിയബിൾ സ്റ്റോർ ചെയ്തു? N കൊണ്ട് സ്റ്റോർ ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാം ഒരു അറേയുടെ ഉള്ളിലേക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ആരെ യൂസ് ചെയ്യണം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. സോ ഫോർ ലൂപ്പ് ന്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് മോഡലിന്റെ വീഡിയോസിൽ ഉണ്ടാവും. ജസ്റ്റ് നോക്കുക കേട്ടോ. ഫോർ i equal to 0, i less than n, i++. അതായത് 0 മുതൽ എനിക്ക് n വരെ പോയാൽ മതി. n വരെ എത്തണ്ട, n-1 വരെ പോയാൽ മതി. അതുകൊണ്ട് നമ്മൾ i equal to 0, then i less than n. Why നമ്മൾ i less than equal to n കൊടുക്കാനേ? അങ്ങനെ കൊടുത്താൽ അത് ഔട്ട് ഓഫ് ബൗണ്ട് ആവും അല്ലെ? അപ്പൊ നമുക്ക് ഏതുവരെ കൊടുക്കാൻ പറ്റില്ല? 0 മുതൽ n വരെ, ലെസ് ദാൻ n വരെ കൊടുക്കാൻ പറ്റുള്ളൂ. n ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് 0 സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. i equal to 0, i less than n, i++. ഇനി നമ്മൾ എന്ത് ചെയ്യും? അറേയുടെ ഉള്ളിലേക്ക് വാല്യൂസ് കൊടുക്കും. അവിടെ നമുക്ക് ഒരു % ആവശ്യമുള്ളൂ, ബിക്കോസ് ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നുള്ളൂ. ARR of i എന്ന് പറയുന്നത് ഓരോ ഇൻഡെക്സിലേക്കും, ന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ്? 0th ഇൻഡെക്സിലേക്ക് വാല്യൂ കൊണ്ടിടും. ന്റെ വാല്യൂ 1 ആണെങ്കിൽ ARR of 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഇൻഡെക്സിൽ കൊണ്ടുപോയിട്ട് വാല്യൂ കൊണ്ടിടും. അങ്ങനെ കൊണ്ട് വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തെടുക്കും.
ഇനി നമ്മൾ എന്താ, നമുക്ക് ഏത് വാല്യൂ ആണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കണം. അപ്പൊ നമ്മൾ യൂസറിനോട് ചോദിക്കുകയാണ് ഏത് വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലീനിയർ സെർച്ച് ചെയ്യാണ്. നമുക്കറിയാം ഒരു അറേയുടെ ഉള്ളിലേക്ക് വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാനാണെങ്കിലും ഇൻപുട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തത് ഫോർ ലൂപ്പ് തന്നെയാണ്. സിംഗിൾ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഓൾ ആർ വൺ ഡയമെൻഷണൽ അറേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സെയിം പ്രോസസ് ഫോർ i equal to 0, i less than n, i plus plus. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം 0th ഇൻഡെക്സും ഈ ടാർഗറ്റും ഈക്വൽ ആണോ. എന്തിനാണ് നോക്കണേ, ഈക്വൽ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല എന്ത് ആ എലമെന്റ് അതിൽ ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, എലമെന്റ് ഇല്ല എന്ന് ഉറക്കെ പറയാം അല്ലെ. അപ്പൊ if arr of i equal to target, ഞാൻ അവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് കൺഫ്യൂഷൻ ആവും എന്താ ഫ്ലാഗ് എന്ന്. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ടേണിംഗ് പോയിന്റ്. ഇപ്പൊ നമുക്കൊരു ഗ്രീൻ ലൈറ്റ് കത്തിക്കണം നമുക്കറിയാം, മൂവ് ചെയ്യാന്നുള്ളതാണ്. റെഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നറിയാം. സോ അതേപോലെ നമ്മൾ ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, നമുക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഫ്ലാഗ് എന്ന് പറയുന്നത് പേര് അങ്ങനെ സെറ്റ് ചെയ്ത കാലങ്ങളായി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലാഗ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, ഒന്നുമില്ല. ഫ്ലാഗ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്രോഗ്രാമർക്ക് ഈസിയാണ്. ഓക്കെ, ദിസ് ഇസ് എ ഫ്ലാഗ് ടു റെപ്രസെന്റ് ഓർ ഇൻഡിക്കേറ്റ് ദർ ഇസ് സം മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ ഫ്ലാഗ് ഈക്വൽ ടു 0 കൊടുത്തു ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി ഫ്ലാഗിന്റെ വാല്യൂ 0 ആണ്. പക്ഷെ എപ്പോഴെങ്കിലും ഫ്ലാഗിന്റെ വാല്യൂ 1 ആയാൽ നമുക്ക് മനസ്സിലാവും പ്രോഗ്രാമിൽ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എപ്പോഴെങ്കിലും ഈ അറേയുടെ വാല്യൂ നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആയിട്ട് ഈക്വൽ ആയാൽ നമ്മൾ അപ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും. നമുക്ക് ഇനി ഒരു ആവശ്യമില്ല, നമുക്ക് സാധനം കിട്ടി നമുക്ക് പുറത്തിറങ്ങാം. ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് അതിന് വേണ്ടി യൂസ് ചെയ്യണം. നമുക്ക് പണി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങണം, അതിനുവേണ്ടി ബ്രേക്ക് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലൂപ്പ് അവിടെ മാച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അഗെയിൻ ദ സ്റ്റെപ്പ് റിപ്പീറ്റ്. ഈ സ്റ്റെപ്പ് ഈ 3-4 ലൈൻസ്, അതായത് ഈ ലൈൻസുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ നമുക്ക് മാച്ച് ഫൈൻഡ് ചെയ്യണ വരെ. അൺടിൽ മാച്ച് ഫൈൻഡ് ചെയ്യണ വരല്ല, അൺടിൽ ദാറ്റ് i less than n ആണ് വരെ. ദ കണ്ടീഷൻ വേർ i become greater than n, എന്നേക്കാൾ വലുതായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി ചോക്കിയാണ് നമ്മുടെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ. അതായത് ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ അർത്ഥം, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് സാധനം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ് നമ്മൾ പ്രിന്റ് ചെയ്യും എലമെന്റ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ്. നമ്മൾ ഇന്നൊരു ഇൻഡെക്സിൽ നമുക്കത് കിട്ടി എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എലമെന്റ് കണ്ടില്ല കേട്ടോ, എലമെന്റ് നോട്ട് ഫൗണ്ട്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അപ്പോ അതിനുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യം ഫ്ലാഗ് സെറ്റ് ചെയ്യുക, ഇൻഡെക്സ് i 0 ആക്കി സെറ്റ് ചെയ്യുക, അറേ ഡിക്ലെയർ ചെയ്യുക. നിങ്ങൾക്ക് ആ ലൈനും കൂടി ആഡ് ചെയ്യുക കേട്ടോ. റീഡ് ദ അറേ ഓഫ് എലമെന്റ്സ് ആൻഡ് ടാർഗറ്റ് എലമെന്റ് രണ്ടും റീഡ് ചെയ്യുക. നമ്മൾ റിപ്പീറ്റ് 5 to 7 i less than n ആവണ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണു. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഈ കമ്പാരിസൺ നടത്തുക. അതേപോലെ അത് ഇൻക്രിമെന്റ് ചെയ്യുന്ന കാര്യം പറയുക, ബ്രേക്ക് ചെയ്യുന്ന കാര്യം പറയുക, ഫ്ലാഗിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറയുക, ആൻഡ് ചെക്ക് ചെയ്യുക ഫ്ലാഗിന്റെ വാല്യൂ. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങളുടെ അൽഗോരിതത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. അത് വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൂടി വരയ്ക്കുക. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുക എന്തൊക്കെയാണ് അവിടെ കണ്ടീഷൻ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളവിടെ ചെക്ക് ചെയ്യണം. നമുക്ക് ഡിസ്റ്റൻസ് ഒരുപാട് എടുക്കേണ്ടതില്ല അല്ലെ. ഒന്ന് നമുക്ക് ഈക്വൽ ടു ആണോ, അതായത് നമ്മുടെ ഓരോ അറേയുടെ എലമെന്റും നമ്മുടെ സെർച്ച് ചെയ്യുന്ന എലമെന്റ് സെയിം ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഇത് വന്നിട്ടുണ്ട്, അവിടെ എസ്ഒറിനും വന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു സ്വന്തമായിട്ട് ഫ്ലോ ചാർട്ട് വരച്ചു നോക്കാൻ പഠിക്കുക. ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ സി പ്രോഗ്രാം. സോ അത് നിങ്ങളായിട്ട് തന്നെ ഇരുന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.